ബോംബ് ഭീഷണിയുമായി ഒരു വിമാനം ലാൻഡ് ചെയ്തിരുന്നു. എമർജൻസി ലാൻഡിംഗ് ആയിരുന്നു ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിന്. അതിൽ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, എന്താണ് ആ ബോംബ് കഥ, ബോംബ് ഭീഷണിയുടെ കഥ? വ്യാജമാണോ, നിജമാണോ? അരുൺകുമാർ, ഇന്ന് ഈ വിമാനത്തിൽ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ് രാവിലെ ബോംബ് ഭീഷണി വന്നത്. ഈ ബോംബ് ഭീഷണി വന്നത് ഈ വിമാനത്തിലെ ടോയ്ലറ്റിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ വിമാനത്തിനകത്ത് ബോംബുണ്ടെന്ന് എഴുതി വെച്ച് അത് വിമാനത്തിൽ നിന്നും പൈലറ്റ് ATSന് ആ വിവരം കൈമാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എമർജൻസി ലാൻഡിങ്ങിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ പരിശോധന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പരിശോധനയിൽ എന്തായാലും ആ ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്നു എന്ന സൂചനകൾ വരുന്നു. ഏതായാലും ഭീഷണി വന്ന ഒരു സാഹചര്യത്തിൽ, അത് ഒരു ടിഷ്യൂ പേപ്പർ തന്നെ ലഭിച്ച സാഹചര്യത്തിൽ, ഏതായാലും അത് യാത്രക്കാരിൽ ആരെങ്കിലും ആണോ ഇത് എഴുതി വെച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമുണ്ട്. യാത്രക്കാർ ഇപ്പോഴും വിട്ടിട്ടില്ല. യാത്രക്കാർ വിമാനത്താവളത്തിൽ തന്നെയുണ്ട്. പോലീസിന് അന്വേഷണം കൈമാറാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. എയർപോർട്ട് പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇനി അന്വേഷിക്കും ആരാണ് ഈ ഭീഷണി സന്ദേശം വിമാനത്തിൽ എഴുതി വെച്ചത് എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. എമർജൻസി ലാൻഡിങ്ങിന് ഉൾപ്പെടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എമർജൻസി ലാൻഡിങ്ങിന് തൊട്ടു പിന്നാലെ 135 യാത്രക്കാരെയും പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം വളരെ വിശദമായി CISFന്റെ ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധിച്ചു. ലഗേജുകൾ അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് വ്യാജ സന്ദേശമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ എന്നാൽ പോലും വിമാനത്തിനകത്ത് ബോംബ് ഭീഷണി സന്ദേശം ടിഷ്യൂ പേപ്പറിൽ എഴുതി വെച്ചത് യാത്രക്കാരിൽ ആരെങ്കിലുമാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമമാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തി ഈ യാത്രക്കാരിൽ നിന്നും വിവരം ശേഖരിക്കും. അവരെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺകുമാർ.